അപ്പൊ ഇതാണ് സാറിന്റെ ഓഫീസ്. നിറയെ അവാർഡുകളും പിക്ചറുകളും ഒക്കെയാണല്ലോ. ഇതിനൊക്കെ കിട്ടിയ അവാർഡാണ് പരിചയപ്പെടുത്താവും. ഇത് മുതിർന്നും പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, അതൊരു തമിഴ് സിനിമയിൽ ഞാൻ പോയി അഭിനയിച്ചാണ്. പോലീസുകാരോട് അഭിനയിച്ചത് ഞാനാണ്. ഇതായിരുന്നു ചെല്ലപ്പൻ എഴുതി എവരൊക്കെ ചെല്ലപ്പൻ എന്ന സിനിമ. അത് റിലീസായില്ല. ഇത് രണ്ടാമത് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു സിനിമയാണിത്. ഈ അണ്ണാ വന്താച്ച് അത് ഉദ്ഘാടനം അത് വിളക്കം തെച്ചത് ഉമ്മൻചാണ്ടിയാണ്. അത് ഈ സിനിമയ്ക്കകത്ത് വയ്യാപുരി, ത്യാഗരാജൻ, മനോരമ ഇവരെല്ലാം വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് വലിയ മധുസാറും ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഉണ്ടായിരുന്നു, കൊച്ചുപ്രേമൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഡൽഹി ഗണേശ് ഉണ്ടായിരുന്നു. ഇത് എനിക്ക് 2015 അവാർഡ് കിട്ടും. ഈ ഒറ്റയാൾ നാടകം അഭിനയിച്ചതിന് ഋഷിരാജ് സിംഗ് അന്നത്തെ അദ്ദേഹം തന്ന അവാർഡാണിത്. ഇത് ഞാൻ കാലുഷ്യ നാടകം 1976 തിരുവനന്തപുരത്ത് പോയി അവതരിപ്പിച്ചതാണ്. ഇത് ഞാൻ 1968 നീർക്കുമള എന്ന് പറയുന്ന നാടകം എഴുതി അവതരിപ്പിച്ച് അതിൻ്റെയാണത്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുതാണ്. കൊല്ലം അശ്വദീപ ഒറ്റയാൾ നാടകം. ഞാൻ ഒരാളായിട്ട് 670 സ്കൂളുകളിൽ പോയി ഒറ്റയാൾ നാടകം നടത്തി. ഒറ്റയ്ക്ക് മൈക്ക് ചുമന്നുകൊണ്ട് പോയി, മൈക്കും മാപ്പിളിവരം ചുമന്നുകൊണ്ട് പോയി ലൈവായിട്ട് നടത്തി. ഇത് 2007 തിക്കുറിശി അവാർഡ് ഈ സാറാണ്. അതുപോലെ എൻ്റെ മാനസപൂജ എന്ന് പറയുന്ന പുസ്തകം വെള്ളാപ്പള്ളി നടേശൻ പ്രകാശനം ചെയ്യുന്നു. അതിന് അങ്ങേയറ്റിരിക്കുന്ന എൻ്റെ ഭാര്യയാണ്. അവൾക്ക് ഈ പൂക്കളത്തിന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ 10-17 പൂക്കള മത്സരം 10-17 കൊല്ലം കൊണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ മകത്വം എന്ന പുസ്തകം കോടിയേരി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ പിന്നെ ലാൽജോസിൽ ഞാനിവിടെ ഒരു പടം എടുക്കണമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ആളാണ് ഇത്. നമ്മുടെ ഇദ്ദേഹം ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം മീണ എനിക്ക് ഗാന്ധി ഭവന്റെ അവാർഡ് തരുന്നതാണ്. ഇടതുപോലെ തിരിഞ്ഞ് അഭിനയിച്ച ആളുകൾ ആദ്യത്തെ മൂവി ഭാര്യയെ അനുമോദിക്കുന്ന അവാർഡ് കൊടുക്കുന്നതാണിത്. ഇതെനിക്ക് പുസ്തകം എൻ്റെ ഞാനൊരു നോവൽ എഴുതി. ആ നോവലിൻ്റെ പ്രകാശനം പത്തനാപുരം ഗാന്ധി ഭവനിലെ സോമരാജ് സാർ മേളം പത്മശ്രീ മേളം കുര്യൻകോട്ട് മേളാപ്പറമ്പിലും കൂടെ ചേർന്ന് പ്രകാശനം ചെയ്യുന്നതാണ്. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന മെമൻറ്റോകളും അവാർഡുകളും ഒക്കെയാണ് മുകളിലിരിക്കുന്നത്. ഇതൊക്കെ ഇതെല്ലാം അവാർഡാണ്. ഇത് എൻ്റെ മക്കളും എന്താണ്ട് എൻ്റെ മോനും മരുമോളും ഒക്കെ ആയിട്ട് ഒടിക്കുന്ന പടം. അത് ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ എടുത്ത പടമാണ്. ഇരിക്കുന്ന ഭാര്യയും ഞാനിവിടുള്ളത്. ഇത് മക്കള്. ഇതെല്ലാം അദ്ദേഹം ആരിഫ് AM ആരിഫ് കോങ്ങൂർ കുഞ്ഞുമോനെ എന്നെ ആദരിക്കുന്ന പടം. പിന്നെ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ ഞങ്ങൾ ഒരു കിൻഡൽ അരിഞ്ഞും ബാക്കിയുള്ള 10 കിൻഡൽ അരിഞ്ഞും ബാക്കിയുള്ള സാധനങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾ പോയെടുത്ത പടമാണ് ഇത്. ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം എന്നെ ആദരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആദരവും ബാക്കിയുള്ളവരെ കിട്ടി. മന്ത്രിമാരും ഒരുപാട് കലാകാരന്മാരെയും സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കൊരു ഭാഗ്യം. ഒത്തിരി ആളുകളെ കലാകാരന്മാരാക്കാനും ഒരുപാട് ഒത്തിരി കലാകാരന്മാരും ഒത്തിരി മന്ത്രിമാരും വന്ന ഒരു നാടക സമിതിയാണിത്. ഇത്രയും നാളുകൾ നീണ്ടുന്ന യാത്ര ഒരു നാടകം ഉണ്ടാക്കാൻ ഒരാളിന് കഴിയത്തില്ല. ഞാൻ ഒരു വർഷം 2 നാടകം, ഒരു മിമിക്സ്, ഒരു മാജിക് വെച്ച് 10 വർഷക്കാലം ഞാൻ കൊണ്ടുനടന്ന ആളാണ്. 10 വർഷക്കാലം കൊണ്ടുനടന്ന് സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. കലയെ ആളുകളെ വളർത്തി എന്നോടൊപ്പം ഇപ്പോഴും ഞാൻ ചെയ്യുന്നതാണ്. എന്നോടൊപ്പം നിൽക്കുന്നവരെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ മാത്രമല്ല വളരുന്നത്, എന്നോടൊപ്പം നിൽക്കുന്നവരെ ഏതെല്ലാം തരത്തിൽ അവർക്ക് ഒരു കൊച്ചു കഴിവുണ്ടോ ആ കഴിവ് വികസിപ്പിച്ചിട്ട് വളർത്തിയെടുത്ത് ഞാൻ കൊണ്ടുവരും. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനുള്ള ദൈവാനുഗ്രഹം എനിക്കുണ്ടാകുന്ന സമ്പത്ത് മാത്രമേ എനിക്ക് കുറവുള്ളൂ. ബാക്കിയുള്ള ഇപ്പോഴും ഈ വയസ്സിലും എന്തും ചെയ്യാൻ, നാടകം എഴുതാനായാലും തെരുവാടകം കളിക്കാനായാലും ഒന്ന് ഓടിപ്പോയി ബസ്സിൽ കയറാനായാലും ഒക്കെ ഞാൻ തയ്യാറാണ്. ശരീരത്തിന് മാത്രമേ പ്രായമാവുന്നുള്ളൂ, മനസ്സിന് പ്രായം വരുന്നില്ല. മനസ്സ് ഇപ്പോഴും എത്ര വയസ്സിന്റെ ചെറുക്കാണ്? 80 വയസ്സിന്റെ 18 വയസ്സിന്റെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു രീതിയാണ്. അപ്പോൾ അത് നല്ല ആളുകളെ വളർത്തിക്കൊണ്ടുവരും. മോശപ്പെട്ട ആളുകളെന്ന് എനിക്ക് തോന്നി. ഞാൻ ആളുകളുമായിട്ട് ഇപ്പം മോളുമായിട്ടിപ്പം ഇത്രയും സംസാരിച്ചു. അത് ഞാൻ ഒരു അനാലിസ് ചെയ്യും. നിങ്ങളാരാ കൊള്ളാവോ എന്നോട് കുഴപ്പം കൊണ്ടുവരാൻ എങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടു നടക്കൂ. അല്ലാത്തവരെ അപ്പോഴേ പറഞ്ഞു വിടും.
ഈ നാടകശാലയുടെ വാതിക്കലോട്ട് കയറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ വന്നവരെല്ലാവരും തന്നെ ഇപ്പോഴെൻ്റെ കൂടെ ഉണ്ട്, ആരും തന്നെ പോയിട്ടില്ല. അതാണ് എനിക്കുള്ള നേട്ടം.